ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര വ്രതം കേട്ടോ. അപ്പം ഞാൻ നൊയമ്പ് നോറ്റത് കൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ. അപ്പം അവിടെ ചെന്ന് തൊഴുത് തന്നെ നമുക്ക് ആ ഒരു വ്രതം സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെയാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നൊയമ്പ് നോക്കുന്ന സമയത്ത് ഒരിക്കലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നേരം നമ്മൾക്ക് അരിയാഹാരം കഴിക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഒരിക്കലെന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഞാൻ വന്നിട്ട് പപ്പടമായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എട്ടങ്ങാടി പുഴുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ പറമ്പിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 2-3 സാധനങ്ങൾ മാത്രമേ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ തവണയും നമ്മൾ വ്രതം എടുക്കുമ്പോഴും ഞാൻ മുടങ്ങാതെ എടുക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാ തവണയും എടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 1-2 സാധനങ്ങൾ മാത്രമേ ഈ കൂർക്ക പോലെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ ഇതെല്ലാം കൂടി ഞാൻ കൊണ്ടുപോയിട്ട് നേരെ അമ്മയുടെ കയ്യിലാട്ടോ കൊടുത്തത്. അപ്പോൾ അമ്മയാണ് ഇതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കി തരാറ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് കൊടുക്കാറാട്ടോ പതിവ്. അപ്പോൾ അമ്മ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണ നേരം കൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തേങ്ങയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ആ തേങ്ങയിലോട്ട് എന്താ ഇടണമെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിലോട്ട് കുറച്ച് വേപ്പിലയും അതേപോലെ തന്നെ ജീരകം ഉണ്ടല്ലോ, ജീരകവും കൂടി ഇട്ടിട്ടായിരിക്കും കേട്ടോ നമ്മളിത് അരച്ചെടുക്കാറ്. അപ്പോൾ നമ്മുടെ പുഴുക്കെല്ലാം അമ്മ റെഡിയാക്കി അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഈ ഒരു ഭക്ഷണം ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പുഴുക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കുശാലായിട്ട് നമ്മൾ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇരുന്നാട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. എല്ലാ തവണ അങ്ങനെയല്ല. അപ്പോൾ ഇന്നില്ലെന്നും പറഞ്ഞ് അമ്മനെ ഒഴിവാക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ പോയത് തിരുവാതിരക്കളി കാണാനാട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് വായോ. മണ്ണു കൊണ്ടൊരു രൂപം തീർത്തു ദേവിയെ വാഴ്ത്തി കൂപ്പിയാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രിയും നമുക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുഴുക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എട്ടങ്ങാടി തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു സമയത്തും നമ്മൾ ഈ പുഴുക്കും കാര്യങ്ങളൊക്കെ തന്നെ കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ സമുദായത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച്. ശരിക്കും പറഞ്ഞാൽ അവിടെ 12 മണിയോളം ആൾക്കാർ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ള കാരണം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഉറക്കവും കാര്യങ്ങളൊക്കെ ഒഴിച്ചത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്തോടെ എടുക്കുമ്പോഴാണ് നമുക്കതൊരു മനസ്സിനൊരു തൃപ്തി കിട്ടുക എന്ന് തന്നെ പറയില്ലേ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ മനസ്സ് ഉറപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ഈ വ്രതം എടുക്കുക കേട്ടോ. എല്ലാ രീതിയിലും ശ്രദ്ധിച്ച് തന്നെ വേണം ഈ ഒരു വ്രതം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 12 മണി വരെ ഉറക്കമൊക്കെ ഒളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നേരം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.